ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യൂണിബിക് കുക്കീസ് വെച്ചിട്ടുള്ളൊരു സെറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് നമ്മളുടെ എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഫ്ലേവറാണ്. അപ്പോൾ നമ്മളത് എടുത്തു. അപ്പോൾ ബിസ്ക്കറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ ബട്ടറും ഓറഞ്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു കേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് അരയ്ക്കണം. അപ്പോൾ നല്ലോണം നല്ല പൊടിയായതിനു ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബിസ്ക്കറ്റ് നല്ലോണം പൊടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റ്, അതും യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ കേക്കിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള പാല് ചേർക്കാം. നല്ല ശുദ്ധമായ പശുവിൻ പാലാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡ ആവശ്യത്തിന് തന്നെ ഇടാം. നിങ്ങൾക്കറിയില്ല, ബേക്കിംഗ് സോഡ ഇല്ലാതെ കേക്ക് ആവത്തില്ല. അപ്പോൾ വേണ്ടേ, ഞാൻ ഈ ബേക്കിംഗ് സോഡ ക്യാമറ കാണിക്കുന്ന ആ സമയത്ത് ഇത് കളഞ്ഞൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലൂടെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് അതിലൂടെ ചേർത്താൽ പറ്റും. നമ്മൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ പഞ്ചസാര തരികൾ ഇങ്ങനെ നല്ലോണം പൊടിച്ചിട്ട് നല്ല മാവ് കണക്ക് അരച്ചിട്ടാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഗൈസ്. ഞാനിതിനിടെ ചെയ്യുന്ന കോല വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത് നിങ്ങൾക്ക് തോന്നെ ഷുഗർ വേണോ, നിങ്ങൾക്ക് തോന്നെ ചേർക്കാം. നിങ്ങൾക്ക് ഷുഗർ വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പം എനിക്ക് തോനെ വേണം. അപ്പം ഞാൻ ഇതിട്ട് നല്ലോണം ഇളക്കുവാണ്. അമ്മൂമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് കേട്ടോ. ഞാൻ ഈ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ കാണും, എൻ്റെ ഇടയ്ക്ക് എന്നെ ഒന്ന് അടിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഓൺലി കേക്കിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സാധാ മോഡലിൽ കേക്ക് ഉണ്ടാക്കുവാണ്. ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ഇഡലി വെക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, ആ കുഴിഞ്ഞ പാത്രം, അതിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.